ഹലോ ഗേസ്, നല്ല ശാന്തമായ ദിവസം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗേസ്. ഓക്കോ, എനിക്ക് ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് നടന്നാൽ ഇതാണ് കുഴപ്പം ഗേസ്. ഡ്രസ്സ് മൊത്തവും വരെ കൂടെ ആയിരിക്കും. ഞാനിന്ന് ഉറക്കണിട്ട് വന്നിട്ടേ ഉള്ളൂ. ഉറക്കണിട്ട് വന്നപ്പോൾ തന്നെ ആണ് ഓർത്തത് ഇന്ന് പണിക്ക് പോകണമല്ലോ. രാവിലെ തന്നെ ഞാൻ ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ ഇന്ന് വീഡിയോ എടുത്തേക്കുന്നത് വേറൊന്നും പറയാനല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ വീട്ടിൽ സൈഡിലായിട്ടാണ് എടുത്തുകൊണ്ട് വെച്ച് ഷൈൻ ബൈക്ക്. സംഗതി ഡെഡ് കണ്ടീഷനിലാണ്. അന്നൊരു പിക്കപ്പ് വിളിച്ചിട്ടൊക്കെ അല്ലേ ആ വഴി കിടന്നിരുന്ന വണ്ടി എടുത്തുകൊണ്ടുവന്ന് ഈ വീട്ടിൻ്റെ സൈഡിലായിട്ട് കൊണ്ട് വെച്ചത്. വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലേക്ക് കുറേ കൂട്ടുകാരന്മാർ ചോദിച്ചായിരുന്നു, ഈ വണ്ടി എന്തായി, ഈ വണ്ടി എന്ത് ചെയ്യാനാണ് പോണത്, ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ, ഈ വണ്ടി റീസ്റ്റോർ ചെയ്യുന്നുണ്ടോ, അതായതെന്നൊക്കെ. വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ വണ്ടിയുടെ കണ്ടീഷൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇരുന്ന് കാണിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. വീഡിയോ വേണമെങ്കിൽ അവിടെ വെച്ച് എടുക്കാറുണ്ട് കേസ്. പക്ഷേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വീട് പണി നടക്കുന്നുണ്ട്. അവിടെ ഫുൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ആ കൊണ്ടുവച്ച വണ്ടിയുടെ കണ്ടീഷൻ. ഞാൻ എന്തായാലും ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫുൾ വ്യൂ, ഡീറ്റെയിൽഡ് വ്യൂ. നേരെ നിൽക്കണം പറയാം. എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വയറൊക്കെ എല്ലാം പോയി ഗൈസ്. എന്തരാ ഗൈസ്, അപ്പോൾ വണ്ടിയെ പറ്റി ചോദിച്ചാൽ എല്ലാവരും അവൻ്റെ അവസ്ഥ കണ്ടല്ലോ. ഫുള്ള് സ്ക്രാപ്പ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിന് റീസ്റ്റോർ എടുക്കുകയെന്ന് വെച്ചാൽ മുട്ട പണിയാണ്. ഇതിനകത്ത് ആകെ ഒരു നല്ല സാധനം എന്ന് പറയാനായിട്ട് ഈ കാണുന്ന ടയർ മാത്രമേ ഉള്ളൂ. അപ്പോളോടെ ഇത് ഞാൻ അങ്ങോട്ട് മേടിച്ചിട്ടിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഞാൻ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചത്. ഈ സാധനങ്ങളൊക്കെ ഈ തുരുമ്പ് വണ്ടിക്കകത്ത് അങ്ങ് കയറി തുടങ്ങി. കാരണം കുറച്ചാൾ വെളിയിരുന്നതല്ലേ, അതുകൊണ്ടാണ് ഈ തുരുമ്പ് വണ്ടിക്കകത്തോട്ട് കയറിയത്. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്താൽ ക്ലിയർ ആവുന്നേ ഉള്ളെന്ന് തോന്നുന്നു. പ്ലഗൊക്കെ പോയിട്ടുണ്ട് എന്തായാലും. കൂട്ടുകാർ ചോദിച്ചിരുന്നു എൻ്റെ എൻജിൻ സൈഡ് എന്തായി, എൻജിൻ സൈഡ് കുഴപ്പമാണോന്നൊക്കെ. എൻജിൻ സൈഡ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ കംപ്ലൈൻറ്റ് എനിക്ക് ശരിക്കും അറിയത്തില്ല, കാരണം ഞാൻ വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോയിട്ടില്ല. ഈ വണ്ടിക്കകത്തുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടയർ നിലവിൽ ഇപ്പോൾ കറങ്ങുന്നില്ല കേസ്. ഞങ്ങൾ അതുകൊണ്ട് ഉന്തി പൊക്കിയിട്ടൊക്കെയാണ് ഈ വണ്ടി പിക്കപ്പ് എന്നത്തോട്ട് വലിച്ച് കയറ്റിയത്. ഇതിൻ്റെ ഗിയർ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഗിയറിന് ഒരു കുഴപ്പമില്ലായിരുന്നു കേസ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഗിയറിന് എന്തോ കുഴപ്പമുണ്ട്, കാരണം ഗിയർ വീഴുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു മെയിൻ കംപ്ലൈൻ്റ് ആയിരുന്നു ഇതിൻ്റെ കാർബണേറ്റർ പോയത്. കാർബണേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അന്ന് വണ്ടി നിന്നത്. പക്ഷെ അത് അന്നേ ശരിയാക്കി എടുത്തായിരുന്നെങ്കിൽ ഇതിങ്ങനെ ഒരു ലോസായി പോകത്തില്ലായിരുന്നു. കണ്ടീഷനിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിലോ, ഈ വണ്ടി സ്ക്രാപ്പ് കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിലോ, ഈ വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഉള്ള കേസ്. ബൈ.